കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം കൊട്ടാരക്കര സമരം എന്ന് പറഞ്ഞ് റോട്ടിലിറങ്ങി. 2021 എന്തോ പ്രശ്നത്തിൻ്റെ പുറമെ അവർ നടത്തിയൊരു സമരമായിരുന്നു. ആ സമരം കൊണ്ട് ഗതാഗതം നഷ്ടപ്പെടുത്തി, കുറേ ആൾക്കാർക്ക് യാത്ര തടസ്സപ്പെടുത്തി. അതുപോലെ തന്നെ അതിൽ ചില ആൾക്കാർ വസ്ത്രം ഉഴിഞ്ഞ് നഗ്നത പ്രദർശിപ്പിച്ചു. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് പോലീസിന് നേരെ ആക്രമണം, കുറേ ആൾക്കാർക്ക് പരിക്ക്, ഇവർ ചെയ്ത കാര്യങ്ങളാണ്. ഇതിനോട് പൂർണ്ണമായിട്ട് ഞാൻ വിയോജിപ്പാണ്. പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ ഒക്കെ ശരിയാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണോ, അങ്ങനെ നേടിയെടുക്കുന്നതാണോ നിങ്ങളുടെ പോരാട്ടം? മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ടാണോ ഓരോന്ന് ചെയ്യേണ്ടത്? എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം അതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വൃത്തികേട് കാണിച്ചിട്ടാണോ നിങ്ങളെ സമരം? ആണോ? ഉത്തരം നിങ്ങൾ പറയണം. ട്രാൻസ്ജെൻഡേഴ്സ് പറയണം ഇത് കാണുന്നത്. ഇതല്ല പോരാട്ടം. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടല്ല നിങ്ങൾ ആ കാര്യങ്ങൾ നേടിക്കേണ്ടത്. ഇവിടെ കോടതിയുണ്ട്. നിങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. കോടതി പോയിട്ട് നിങ്ങൾ സംസാരിക്കുക. എൻ്റെ അറിവിൽ കോടതി പോയിട്ടുള്ള എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂസിനും നല്ല സൊല്യൂഷനാണ് കോടതി കൊടുത്തിട്ടുള്ളത്. അവിടെ അല്ലേ നിങ്ങൾ പോകേണ്ടത്? റോട്ടിലാണോ നിങ്ങൾ കടന്ന് തുള്ളേണ്ടത്? എത്ര പേരെ നിങ്ങൾ അവിടെ ഉപദ്രവിച്ചു? ഇതുകൊണ്ട് എത്ര പേർക്ക് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്? വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് പോലും അപമാനമാണ്. പല രീതിയിൽ മാന്യമായി ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് പോലും ഇതുകൊണ്ട് അപമാനം തന്നെയാണ്. നിങ്ങൾ ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട്. ഇവിടെ ആണ് പെണ്ണ് അങ്ങനെ ഒരു ഇതില്ല. ട്രാൻസ്ജെൻഡർ എല്ലാവർക്കും ഒരേ നിയമമാണ്. നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് വേറെ നിയമം ഇവിടെ ഉണ്ടാക്കിച്ചിട്ടില്ല. എനിക്കതേ പറയാനുള്ളൂ. ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഒരു രീതിയിൽ എനിക്കിത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിന് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷ ട്രാൻസ്ജെൻഡേഴ്സിനായാലും ആർക്കായാലും കൊടുക്കണം. ഓക്കെ, എനിക്കതേ പറയുള്ളൂ. ഓക്കെ.